ഇൻഷാ അല്ലാ ബാക്കി ഭാഗം അൽ മഷദു സാനി രണ്ടാം ഭാഗം എടുക്കാൻ പോവുകയാണ്. തുർഫഉ സിത്താറു, അങ്ങനെ ആ പിന്നെ കർട്ടൻ ഉയരാണ്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് അടുക്കണം. ഇന്നലെ പറഞ്ഞ ബാക്കി അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗം പറയുന്നത്. ഉസ്മാൻ യഖൂൽ, അങ്ങനെ ഉസ്മാനെ തൻ്റെ കല്യാണം കഴിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് ഉസ്മാൻ പറയുകയാണ്, ലൗ അന്നി തസവ്വജ്തുഹ, ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ, വഖുംതു അലാ റിആയതിഹ, അവളുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്, വഖിദ്മതിഹ, അവളെ സേവിക്കാനും ഞാൻ തയ്യാറാണ്, ഹിസ്ബത്തൻ ലില്ല, അല്ലാഹു മതി എനിക്കല്ല. ഹസ്ബുനല്ലാഹ് എന്നുള്ളതിന് വേറെ പ്രയോഗമാണ് ഹിസ്ബത്തൻ ലില്ല. അതുലുബു ബിഹ അൽ അജ്റ, അതുലുബു ഞാൻ തേടുന്നു, ബിഹ അവളെ കൊണ്ട് അൽ അജ്റ, കൂലിയും വസവാബ പ്രതിഫലവുമാണ് എനിക്ക് ഞാൻ മിനല്ലാഹി തആല അല്ലാഹു തആലയിൽ നിന്നും ആഗ്രഹിക്കുന്നത്. വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, എന്നീല അതൊന്നു, തീർച്ചയായും ഞാൻ വിചാരിക്കുന്നു, ഞാൻ വിചാരിക്കുന്നു, അന്നഹ, തീർച്ചയായും ഈ ഒരു കല്യാണം അവളെ വിവാഹം കഴിക്കുന്ന കാര്യം, തിജാറത്തുൻ റാബിഹത്തുൻ, ഇതൊരു ലാഭക്കച്ചവടം തന്നെയാണെന്നതിന് ഞാൻ ശുഭാപ്തി വിശ്വാസമുള്ള ആളാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരാനുള്ള നിർദ്ദേശമാണല്ലോ എൻ്റെ മകളെ, ഒന്നുമില്ലാത്ത മകളെ വിവാഹം കഴിക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ അവളെ വിവാഹം കഴിച്ചാൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരുമെന്നെങ്കിൽ എനിക്ക് തിജാറ റാബിഹ, ഇതൊരു ലാഭക്കച്ചവടം തന്നെയാണ്, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ലിമല സൗവാഫിഖു, പിന്നെ എന്തിനും ഞാൻ അതിന് മടിച്ചു നിൽക്കണം. ലിമ ല, എന്തുകൊണ്ട് അല്ല, സൗവാഫിഖു, ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തുകൊണ്ട് ഇത് ഒഴിവാക്കണം, എനിക്ക് സന്തോഷമേ ഉള്ളൂ. സൗഫലു, ഞാൻ അങ്ങനെ ചെയ്തു കൊള്ളാം, ഞാൻ അവളെ കല്യാണം കഴിച്ചു കൊള്ളാം, അങ്ങനെ സമ്മതം നൂളുകയാണ്. ഇമ്രാൻ മുതലാളി പറയാണ്, യുഹാത്തിബ്, അവനോട് സംസാരിച്ചുകൊണ്ട് പറയാണ്, ഇല അയിന വസൽത യാ ഉസ്മാൻ, നീ എന്ത് തീരുമാനത്തിലേക്ക് അപ്പോൾ എത്തിയത്? ഹൽ ഖനാഅത, നീ അവളെ കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണോ, അവളെ കൊണ്ട് നീ സംതൃപ്തനാണോ? ഹൽ അൻത മുവാഫിഖുൻ, നീ ഓക്കെ ആണോ? ഹൽ അൻത, നീ ആണോ? മുവാഫിഖുൻ, ഓക്കെ ആണോ, അല്ലെങ്കിൽ അഗ്രി വിത്ത് ഹെർ, അവളുമായി നീ പിന്നെ യോജിപ്പ് ഉള്ള നിലയിൽ ആണോ? ഉസ്മാൻ പറയുന്നു, യഖൂൽ ബിസിഖത്തിൻ, മനോധൈര്യത്തോടു കൂടി ഉസ്മാൻ പറയുന്നു, നഅം, യെസ്, അതെ, മുവാഫിഖുൻ, ഐ ആം റെഡി, ഞാൻ തയ്യാറാണ്. അങ്ങനെ എന്ത് ചെയ്യണത്? സൗത്ത് മ്യൂസിക്കൻ, ഒരു മ്യൂസിക്കിൻ്റെ ശബ്ദം അവിടെ ഇങ്ങനെ വരികയാണ്. യദുലുഅല മുഫാജഅത്തിൻ വ ഫറഹത്തിൻ, സന്തോഷത്തിൻ്റെയും ഒരു ആനന്ദത്തിൻ്റെയും മ്യൂസിക്കിൻ്റെ ശബ്ദം അവിടെ വരികയാണ്. ഇമ്രാൻ എന്നുള്ള ആള് യഖിഫു ഫജ്ഹത്തൻ, അദ്ദേഹം പെട്ടെന്ന് എണീറ്റ് നിന്നു. വ യതഹല്ലലു വജ്ഹു, അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തന്നെ നിരീക്ഷിച്ചു നോക്കി. വ യഖുദു ഉസ്മാന ബി ഹദനത്തിൻ, അദ്ദേഹം ഉസ്മാൻ്റെ ആ ഒരു സൗമനസ്കത അദ്ദേഹത്തെ വല്ലാതെ പിന്നെ ആകർഷിച്ചു എന്നുള്ള നിലയിൽ. വഹു യഖൂൽ, അദ്ദേഹം പറയുന്നു, ആരെ? ഇമ്രാൻ പറയുന്നു, അൽഹംദുലില്ലാ, അല്ലാഹുവിനെ സ്തുതി, അൽഹംദുലില്ലാ, ലഖദ് അറഹത ഫുആദി, എൻ്റെ ഹൃദയത്തെ നീ സന്തോഷിപ്പിച്ചു. ലഖദ് അറഹത, നീ റാഹത്താക്കി, സന്തോഷത്തിലാക്കി. ഫുആദി, എൻ്റെ ഹൃദയത്തെ, യാ ബുനയ്യ, എൻ്റെ കുട്ടിയെ, ആ മരുമകനാണല്ലോ ഞാൻ ആകാൻ പോണത്. ഇജ്ലിസ്, നീ ഇരിക്കും. ഇജ്ലിസ്, നീ ഇവിടെ ഇരുന്നോ. സൗഫ അദ്ഹബു ലിയുഹല്ലിറ മഅദൂനുൽ ഹയ്യി വശുഹൂദി, ശേഷം ഞാൻ സാക്ഷികളെയും ഇതിന് വേണ്ടപ്പെട്ടവരെയും, കല്യാണം കഴിക്കാൻ വേണ്ടി, വിവാഹത്തിന് വേണ്ടിയുള്ള സാക്ഷികളെയും മറ്റുള്ളവരെയും ഞാൻ ഇവിടെ ഹാദിറാക്കാം, കൊണ്ടുവരാം. ഉസ്മാൻ പറയുന്നു, യജ്ലിസു വഹുവ ലാ യസാലു യക്ഫിറു, അവൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആരെ? ഉസ്മാൻ. നഅം, യെസ്, ഞാനിവിടെ ഇരിക്കാം. സഉതാജിറു ബിഹാ മഅർ റഹ്മാൻ, സഉതാജിറു ബിഹാ, അവളെ കൊണ്ട് ഞാൻ ഈ ഒരു ബന്ധം തയ്യാറായി നിൽക്കുന്നു. മഅർ റഹ്മാൻ, അല്ലാഹു തആലയോട് കൂടി ഞാൻ പിന്നെ ഭാരമേൽപ്പിച്ചുകൊണ്ട് ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറുന്നു. ഫീ സബീലില്ലാഹ്, അല്ലാഹു തആലയുടെ മാർഗത്തിൽ അത്രയും ത്യാഗം സഹിച്ചുകൊണ്ട് അല്ലാഹു തആലക്ക് വേണ്ടി കൂലി ലഭിക്കുമെന്ന് പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ അവളെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. വല്ലാഹു, അല്ലാഹു തആല ലം യർഹമനി, എനിക്ക് തടയുകയില്ല, എനിക്ക് നിഷിദ്ധമാക്കുകയില്ല, എനിക്ക് ഹറാമാക്കുകയില്ല. അൽ അജ്റ, കൂലി, വസവാബ, പ്രതിഫലവും. ഹാഷാ ലില്ലാഹി, ഹാഷാ, അതെല്ലാം അത്ഭുതങ്ങളാണ് ലോകത്ത് നടക്കുന്നത്. അപ്പം അല്ലാഹു തആലയാണ് എനിക്കെല്ലാം. അല്ലാഹു തആല ഉണ്ടെങ്കിൽ ഒരു പേടിയുമില്ല എന്ന രീതിയിൽ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഉസ്മാൻ അവിടെ തയ്യാറായി നിൽക്കുകയാണ്. ഇമ്രാൻ യഅൂദു വ മഅഹു, ഇമ്രാൻ അങ്ങനെ മടങ്ങി വരുന്നു. വ മഅഹു മഅദൂനുൻ, അദ്ദേഹത്തിന് കൂടെ ചില ആളുകളുണ്ട്. വറജുലാനി ലിശ്ശഹാദത്തി, സാക്ഷി നിൽക്കാനുള്ള 2 പുരുഷന്മാരുണ്ട്. അൽ അഖദ്, ഈ ഒരു അഖദ് എന്നാൽ ബന്ധം, ഈ ഒരു വിവാഹം, നിക്കാഹ്, ഈ ഒരു ബന്ധവുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇമ്രാൻ പറയുന്നു, ഹാദാ ഹുവൽ അരീസ്, ഇതാണ് നമ്മുടെ വരൻ. യാ സയ്യിദി വസ്മുഹു ഉസ്മാൻ, പ്രിയപ്പെട്ടവരെ, ഇവൻ്റെ പേര് ഇസ്മുഹു, അവൻ്റെ പേര് ഉസ്മാൻ എന്നാകുന്നു.
യുത്തിമുൽ മാസൂന അങ്ങനെ അവർ പിന്നെ കാര്യങ്ങളൊക്കെ പരിപൂർണമാക്കി ചെയ്യുന്നു. മറാസിമൽ അഖദ് അവരെന്ത് ചെയ്യുന്നത് ആ ഒരു ബന്ധത്തിന് വേണ്ടി തയ്യാറാവുന്നു. വിബാരിക്കുല്ലിൽ ജമിയ എല്ലാവർക്കും വേണ്ടി അവർ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇമ്രാൻ അങ്ങനെ ഇമ്രാനുള്ള മുതലാളി പറയാണ് മബ്റൂക്ക് യാ വലദി മബ്റൂക്ക്, നിങ്ങൾക്ക് നന്മ വരട്ടെ മകനെ, നന്മ മാത്രം ഉണ്ടാവട്ടെ. വലാകിൻ പക്ഷേ ലാ ബുദ്ദ അൻ ഉഇദ്ദലക അറൂസക വ അൻത അയ്ദൻ നഫ്സക വാസ്ലിഹി മിൻ ഷൈനിക. വലാകിൻ പക്ഷേ ലാ ബുദ്ദ അത്യാവശ്യമാണ്. ലാ ബുദ്ദ എന്ന് പറഞ്ഞാൽ നെസസറി എങ്കിൽ കമ്പൾസറി എന്നുള്ള അർത്ഥത്തിലൊക്കെ പറയാം. ലാബുദ അത്യാവശ്യമാണ്. അന്നുഇദ്ദലക നിനക്ക് തയ്യാറാവണം. അറൂസക നിൻ്റെ ആ ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് കല്യാണത്തിലേക്ക് നീ തയ്യാറാകണം. അൻത അയ്ദൻ അതേപോലെ നീ അയ്ദൻ നഫ്സക നീ സ്വയം ഒന്ന് റെഡിയാവുക. വാസ്ലിഹി മിൻ ഷൈനിക നീ നിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി, കല്യാണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നീ റെഡിയാക്കി, നമ്മളൊക്കെ കാര്യങ്ങളൊക്കെ പെട്ടെന്നാക്കാൻ വേണ്ടി തയ്യാറാവാൻ വേണ്ടി ഇമ്രാൻ തൻ്റെ പുതിയ ഉസ്മാൻ എന്നുള്ള മരുമകനോട് ആവശ്യപ്പെട്ടാണ്. ഉസ്മാൻ പറയാന്നു സഈദുൻ പിന്നെ അദ്ദേഹം ഭയങ്കര സന്തോഷത്തിലാണ്. ലിമല എന്തുകൊണ്ട് സന്തോഷിക്കേണ്ട? മിൻ ഹഖ്ഖിഹി അദ്ദേഹത്തിൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. അന്ന യബ്ഹസ ലിഹാദിൽ ബിൻതി തീർച്ചയായും ഈ പെൺകുട്ടിയുണ്ടല്ലോ അമ്മൻ ഇർആഹ അവളെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്ന് ഫഹുവ അലൻ യദൂമ ലഹ വലാകിൻ മാദാ യുഇദ്ദു ബിഹ അവർക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം തയ്യാറാക്കി വെക്കണമെന്നൊക്കെ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുകയാണ്. ഒമാഹിയ ഇല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നും ഇല്ല. കുത്തിലത്തും മിനൽ ലഹ്മി കുറച്ച് ഇറച്ചിയുടെ കുറച്ച് മാംസത്തിൻ്റെ കഷ്ണമല്ലാതെ മറ്റൊന്നും ഉസ്മാന് കയ്യിലില്ല. യഖൂലി അദ്ദേഹം പറയുന്നു അസ്ലഹിമിൻ ഷൈനിക നീ നിൻ്റെ കാര്യം ചെയ്യേ അല മാത എന്താണോ എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യേ. തുഖഫിഫുൽ ഇളാഅതു അങ്ങനെ പ്രകാശം അങ്ങനെ മങ്ങിപ്പോകുന്നു. ഖലീലൻ പതുക്കെ സൗത്ത് മൂസിഖൻ ഒരു മ്യൂസിക്കിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. യദുല്ലു അലൽ ഫറഹി വൽ ഇഹ്തിഫാലി സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒരു ആരവത്തിൻ്റെ ഒരു വേദിയുടെ മുഴക്കമാണ് അവിടെ കേൾക്കുന്നത്. ബൈനമാ യസ്തൻസദില്ലു സിതാറ ബിഹുദൂഇൻ അങ്ങനെ മെല്ലെ മെല്ലെ ആ കർട്ടൻ താഴുന്നു. സുമ്മ തുർഫൗ അയ്ദൻ വീണ്ടും ഉയരുന്നു. ബിഹുദൂഇൻ പതുക്കെ കർട്ടൻ അങ്ങനെ ഉയരുകയാണ്. യുളാഉൽ മക്കാൻ ആ സ്ഥലമെല്ലാം വേദി നല്ല പ്രകാശപൂരിതമായിട്ടുണ്ട്. യദ്ഹറു ഇമ്രാൻ മുംസിക്കൻ ബിദിരാഇ ഉസ്മാന ഇമ്രാൻ എന്നുള്ള ഈ ഒരു മകളുടെ ഉപ്പ ഇമ്രാൻ മുതലാളി മുംസിക്കൻ പിടിച്ചുകൊണ്ട് ബിദിരാഇ ഉസ്മാൻ്റെ കൈ പിടിച്ചുകൊണ്ട് വരികയാണ്. സഹബഹു ഇല ഉറുഫത്തി ഉറൂസി തൻ്റെ മണിയറയിലേക്ക് കടക്കാൻ വേണ്ടി ആ മകനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഇമ്രാൻ എന്നുള്ള ആൾ തൻ്റെ മരുമകനെ കൈ പിടിച്ചുകൊണ്ട് മകളുടെ അടുത്തേക്ക് ഏൽപ്പിക്കുകയാണ്. യഖ്റുജു ഉസ്മാൻ മിനൽ ഉർഫത്തി അങ്ങനെ പെട്ടെന്ന് ഉസ്മാൻ തൻ്റെ മണിയറയിൽ നിന്നും പുറത്തു ചാടുകയാണ്. ഉസ്മാൻ പറഞ്ഞു സയ്യിദി ഇമ്രാൻ ബഹുമാനപ്പെട്ട ഇമ്രാൻ എന്നവരെ ഐന അൻത യാ സയ്യിദി നിങ്ങൾ എവിടെയാണ് പ്രിയപ്പെട്ടവരെ. ഐന എവിടെ അൻത നിങ്ങൾ യാ സയ്യിദി പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടവരെ എവിടെയാണ് നിങ്ങൾ. ഇമ്രാൻ പറയുന്നു യഖ്റുജു അദ്ദേഹം പുറപ്പെടുന്നു. വഹുവ യൽഹഖു ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. മാ ബിക യാ ബുനയ്യ എന്ത് പറ്റി എൻ്റെ കുട്ടി. ലിമ അൻത മദ്ഊറൻ നീ പേടിച്ചിട്ടുണ്ടല്ലോ എന്താ സംഭവം. ഉസ്മാൻ പറയുന്നു ഇന്ന ഫിൽ അംരി ഖതഉൻ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഇന്ന ഫിൽ അംരി തീർച്ചയായും കാര്യത്തിൽ ഖതഉൻ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. യാ സയ്യിദി പറയപ്പെട്ടെ ഖതഉൻ ഇത് പിഴച്ചിട്ടുണ്ട്. ഇതാകെ പ്രശ്നം ആകെ പിഴച്ചു പോയിട്ടുണ്ട്. ഖത എന്ന് പറഞ്ഞാൽ പിഴച്ചു പോയി പ്രശ്നം പറ്റിയെന്നൊക്കെ അർത്ഥം. ഇമ്രാൻ ചോദിക്കാണ് ഐനൽ ഖത എവിടെയാ പ്രശ്നം യാ ഉസ്മാൻ എന്താണ് എവിടെയാ പ്രശ്നമുള്ളത് എന്താ പ്രശ്നം. കാരണം പുതുമളവാളനെ കാണാൻ വേണ്ടി റൂമിലേക്ക് കയറിയ ഉസ്മാൻ എന്നുള്ളവൻ അന്തം വിട്ട് പുറത്ത് ചാടിക്കൊണ്ട് പറയാണ് തൻ്റെ പുതിയ പെണ്ണിൻ്റെ ഉപ്പാനോട് പറയാണ് ഇമ്രാനോട് പറയാണ് പ്രിയപ്പെട്ടവരെ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇമ്രാൻ ചോദിക്കാണ് ഐനൽ ഖത യാ ഉസ്മാൻ എന്താ പ്രശ്നം നീ പറയൂ. അങ്ങനെ ഉസ്മാൻ അപ്പോൾ പറയുന്നു അൽ ഫതാത്തുല്ലതി ഫിദ്ദാഖിൽ ഈ റൂമിൻ്റെ ഉള്ളിലുള്ള പെൺകുട്ടി അവള് മാറിയിട്ടുണ്ട്. ഇമ്രാൻ പറയുന്നു മാ ബിഹ എന്താ നീ പറയുന്നത് എന്തുകൊണ്ടാണ് നീ മാറി എന്ന് പറഞ്ഞത്. ഉസ്മാൻ പറയുന്നു ഇന്നഹ ലൈസത്ത് അൽ ഫതാത്തല്ലത്തി ദക്കർതലി ഇന്നഹ തീർച്ചയായും ആ പെൺകുട്ടി ലൈസത്ത് അവൾ അല്ല അൽ ഫതാത്തുൻ പെൺകുട്ടിയല്ല അല്ലത്തി എങ്ങനെയുള്ള പെൺകുട്ടിയല്ല ദക്കർതലി എന്നോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. കണ്ണ് കാണാൻ കഴിയാത്ത സംസാരശേഷിയില്ലാത്ത ചെവിടിന് കേൾക്കാൻ കഴിയില്ലാത്ത വികലാംഗിയായ ഒരു പെൺകുട്ടിയെ കുറിച്ചാണല്ലോ എന്നോട് പറഞ്ഞത്. അവളെ കെട്ടാനാണല്ലോ എന്നോട് ഷർത്താക്കിയത്. ആ പെൺകുട്ടിയല്ല അതിനുള്ളിലുള്ളത് എന്ന് ഉസ്മാൻ തൻ്റെ
ഭാര്യ പിതാവിനോട് പറയാണ്, എന്നാ ഷാബത്തുൻ, അവൾ ഒരു യുവതിയാണ്, പെൺകുട്ടി, മുആഫാത്തുൻ, അവൾ ആരോഗ്യവതിയാണ്, ജമീല, സുന്ദരി, അതീവ സുന്ദരിയും ആരോഗ്യവതിയുമായ നല്ലൊരു യുവതിയാണ് അവിടെയുള്ളത്. ഞാൻ പ്രതീക്ഷിച്ച ഒന്നുമില്ലാത്ത ആ പെണ്ണും അതല്ല. ഇമ്രാൻ പറയുന്നു, മാസിൽ തയ്യാബുനയ്യാ ഉസ്മാൻ, അതങ്ങനെ തന്നെയാണ് ഉസ്മാനെ. അസുറ അല അന്നബിനത്തി, തീർച്ചയായും ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് അന്നബിനത്തി, എൻ്റെ പെൺകുട്ടി ഉണ്ടല്ലോ, ആദിഹി, ഈ പെൺകുട്ടി, വഖദ് ഖത്ത സൗജത്തൻ ലക, നിനക്ക് പിന്നെ യോജിപ്പുള്ള ഒരു യുവതി, അല്ലെങ്കിൽ എനിക്ക് യോജിപ്പുള്ള സൗജത്തൻ, ഭാര്യ തന്നെയാണ്, ഇണ തന്നെയാണ്. ഹിയ, അവൾ, കമാ ദക്കർത്തു ലക അമ്യ, ഞാൻ എന്നോട് അമ്യ ആണ് എന്ന് പറഞ്ഞില്ലേ, എന്താണ്, അന്ധയാണെന്ന് പറഞ്ഞില്ലേ. ബുക്മാവൻ, അവൾക്ക് സംസാരിക്കാൻ കഴിയാത്ത മൂകയാണെന്ന് പറഞ്ഞില്ലേ. വ സമ്മാവൻ, കേൾവിയില്ലാത്ത ബദരിയാണെന്ന് പറഞ്ഞില്ലേ. വ കസീഹത്തുൻ, ഹാൻഡിക്യാപ്ഡ് ആണ്, അല്ലെങ്കിൽ വികലാംഗയാണെന്ന് പറഞ്ഞില്ലേ. അവൾ തന്നെയാണത്. ഒരു മാറ്റവും ഒരു പ്രശ്നവും ഒരു തെറ്റും ഒരു പിഴവും ആർക്കും സംഭവിച്ചിട്ടില്ല. ഉസ്മാൻ യൻദുറു ഇലൈഹി ബികസീരിൻ മിനദ് ദഹ്ശ, വലിയ പിന്നെ അന്തം വിട്ടുകൊണ്ട് ആ ഉസ്മാനെ തൻ്റെ ഇമ്രാൻ എന്നവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്മാൻ എന്നവർ യൻദുറു നോക്കുന്നു, ഇലൈഹി, അദ്ദേഹത്തിലേക്ക്, ബികസീരിൻ, ധാരാളം നോക്കിക്കൊണ്ടേയിരിക്കുന്നു, മിൻ ദഹ്ശത്തി, വളരെ അമ്പരപ്പോടെ നോക്കുകയാണ്. ഇമ്രാൻ പറയുന്നു, യുതാബിയു ഹദീസ, അങ്ങനെ പിന്നെയും സംസാരം തുടരുകയാണ്. ഇമ്രാനെ വീണ്ടും തുടരുകയാണ്. ഉസ്മാൻ അതൊക്കെ കേട്ട് അന്തം വിട്ടുകയാണ്. ഹി അമ്യാഉൻ, അവള് അന്ധയാണ്. അൻ കുല്ലി മാ ലൈസ മിൻ ശഅനിഹാ, എല്ലാം അവളുടെ കാര്യമല്ലാത്ത മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് പാളി നോക്കാത്ത, മറ്റുള്ള കാര്യത്തിലേക്ക് ഇടപെടാൻ കണ്ണ് മറ്റുള്ളവരിലേക്ക് ശ്രദ്ധ ചലിക്കാത്ത, ഒളിഞ്ഞു നോക്കാത്ത ഒരു പെണ്ണാണ്. അല്ലെങ്കിൽ ലാ യറുല്ലാ റബ്ബുഹ, അള്ളാഹു തൃപ്തിപ്പെടാത്ത കാര്യത്തിലേക്ക് നോക്കാത്ത കണ്ണാണ് അവളുടെ കണ്ണ്. എന്നാൽ ഹറാമ് ചെയ്യാത്ത കണ്ണാണ്. ഹറാമ് ചെയ്യുന്ന കണ്ണ് അവൾക്കില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹിയ സൊമ്മാവൻ, അവള് പിന്നെ ബദിരയാണ്, കേൾക്കാൻ കഴിവില്ലാത്തവളാണ്. എന്തിനെ, അൻ സമായി കുല്ലി മുൻകരിമിൻ കൗലി, കേൾക്കാൻ പാടില്ലാത്ത നിഷിദ്ധമായ കേൾവികളൊന്നും കേൾക്കാൻ കഴിവില്ലാത്ത ചെവിയാണ് അവൾക്കുള്ളത്. വഹിയ ബക്കമാവിൻ, അവള് സംസാരശേഷിയില്ലാത്ത മൂകയാണ്. അൻ കുല്ലി ഹർഫിൻ, എല്ലാ ഹർഫിനെ തൊട്ടും, എന്ന് പറഞ്ഞാൽ ഏതൊരു അക്ഷരം സംസാരിക്കുമോ, ഔ കലിമത്തിന്, എന്തെങ്കിലും വാക്ക് സംസാരിക്കുമോ, ഫിഹാ സഖത്തുല്ലാഹി, അല്ലാഹു തആലാന്റെ കോപമില്ലാത്ത സംസാരം മാത്രമേ അവൾ സംസാരിക്കൂ. അപ്പോൾ തെറ്റുകൾ സംസാരിക്കുന്ന നാവ് അവൾക്കില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വജ കസ്യത്തുൻ, അവൾ ഹാൻഡിക്യാപ്ഡ് ആണ്, അവള് പിന്നെ വികലാംഗയാണ്. എന്തിൽ നിന്ന്, ലാ തംഷി, അവൾ നടന്നിട്ടില്ല, വലാ തഖ്തോൾ, ഒരു അടിപ്പോലും മുന്നോട്ട് വെച്ചിട്ടില്ല, ഇല്ലാ റിളൽ ഫീ റിളല്ലാഹ്, അല്ലാഹു തആലാന്റെ സംതൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് വെക്കുന്ന അടികളും മുന്നോട്ട് വെക്കുന്ന ഓരോ കാൽപാദങ്ങളുടെയും അടികളെല്ലാം അവൾ അള്ളാഹുവിൻ്റെ സംതൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഹറാമ് കാണുന്ന കണ്ണ് അവൾക്കില്ല. ഞാൻ പറഞ്ഞ കണ്ണ്, ആ കണ്ണ് അവൾക്കില്ല എന്നാണ് പറഞ്ഞത്. ഹറാമ് കേൾക്കുന്ന ചെവി അവൾക്കില്ല. ഞാൻ പറഞ്ഞ ചെവി അവൾക്ക് ഹറാമ് കേൾക്കാറില്ല, അവൾ ഹറാമ് പറയാറില്ല. അവളുടെ കസീഹത്ത്, അവളുടെ കസീഹത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ പിന്നെ ബലഹീനത എന്ന് പറയുന്നത് അല്ലാഹു തആല ഹറാമാക്കിയ കാര്യത്തിലേക്ക് അവർ നടന്നു പോകില്ല എന്ന് പറഞ്ഞതാണ്. ഞാൻ അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഉസ്മാൻ പറയുന്നു, അൽ ആൻ, ഇപ്പോഴാണ്, വലഹല്ലബ്സു, ഇപ്പോൾ കാര്യം വ്യക്തമായി, വബാനല്ലംറു, കാര്യങ്ങളെല്ലാം പിടുത്തം കിട്ടി, വലഹറ മിഖ്ദാറു മഅറൂഫിക, നിങ്ങളുടെ അറിവിലെല്ലാം നിൻ്റെ ആ ഒരു കഴിവ്, ആ ഒരു അളവ് എനിക്ക് ബോധ്യമായി. വമഴി യാ സയ്യിദി, എൻ്റെ കൂടെ ഇപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ സംസാരത്തിൻ്റെ ആ ഒരു ധ്വനി ഇപ്പോഴാണ് സത്യം മനസ്സിലായത്. യാ സയ്യിദി, പ്രിയപ്പെട്ടവരെ, വ തകറമു കാലിയ, നിങ്ങൾ എന്നെ ബഹുമാനിച്ചല്ലോ. വജഅലനി അല്ലാഹു, അല്ലാഹു തആല എന്നെ ആക്കട്ടെ, മിമ്മൻ യുകാഫിഉ മഅറൂഫക, നിങ്ങൾ എന്നെ മനസ്സിലാക്കിയതിനും അല്ലാഹു തആല ആക്കട്ടെ. വയഹ്ഫദു മിന്നതക, നിങ്ങൾ അല്ലാഹു തആല നിങ്ങളെ സംരക്ഷിക്കട്ടെ. വഫദ്ലക, നിങ്ങളുടെ ശ്രേഷ്ഠതയും അല്ലാഹു സംരക്ഷിക്കട്ടെ. വലഉൽ ഹംദ്, അല്ലാഹുവിനിക്കാണ് സർവസ്തുതികളും. വൽ ഫദ്ലു, എല്ലാ ശ്രേഷ്ഠതയും അല്ലാഹുവിനിക്കാണ്. വൽ മിന്നത്തു, എല്ലാ കാര്യവും അല്ലാഹുവിനിക്കാണ്. മിൻ ഖബലു, അവനിൽ നിന്ന് മാത്രമാണ്. മിൻ ബഅദു, ശേഷവും മുന്നും എല്ലാം സംഭവിക്കാൻ പോയതും ഇനി വരാനുള്ളതെല്ലാം അല്ലാഹുവിനിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് യുസ്തദല്ലു സിതാറു ബിസൗത്തിന്, ശബ്ദം ഒരു പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടി ആ കർട്ടൻ അവിടെ താഴുന്നു. പിന്നെ ഒരു അവസാന ആയത്ത് ഓതുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. വമൻ യത്തഖില്ലാഹ, ആരെങ്കിലും അള്ളാഹുവിനോട് ഭാരമേൽപ്പിച്ച് അള്ളാഹു മതി
ബാക്കിയെല്ലാം അള്ളാഹു ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് ആത്മാർത്ഥത കൂടി കാര്യങ്ങൾ ചെയ്താൽ യജ്അൽ ലഹു അവനക്ക് അള്ളാഹു ആക്കിത്തരും മഖ്റജൻ ഒരു തുറന്ന ഒരു അവസരങ്ങൾ അള്ളാഹു അവന് മുന്നിൽ തുറക്കപ്പെടും. വയർസുഖുഹു അവനക്ക് അള്ളാഹു തആല നൽകും ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും സാമ്പത്തികമായിട്ടും ബാക്കി എല്ലാ കാര്യവും വയർസുഖുഹു അവനക്ക് നൽകും. ബിൻ ഹൈസു ഒരു രീതിയിൽ എങ്ങനെ ലാ യഹ്തസിബ് അവൻ കരുതാത്ത രീതിയിൽ അവനക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ അള്ളാഹു തആല അവനെ വലിയ വലിയ വിജയത്തിൻ്റെ പടവുകൾ താണ്ടി മുന്നോട്ട് ഗമിക്കാനുള്ള എല്ലാ അവസരവും അവനക്ക് മുന്നിൽ അള്ളാഹു തആല തുറന്നു കൊടുക്കും. എങ്ങനെയാണെങ്കിൽ അള്ളാഹു തആല മതി എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹു തആലയെ പേടിച്ചുകൊണ്ട് ജീവിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ് അള്ളാഹു തആല ഇവനിക്ക് ഇത്രയും സൗഭാഗ്യം നൽകിയത്. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.